നമ്മളിന്ന് പുറത്തു പോവുകയാണ്. പിന്നെ ഇത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ടിങ്കിൾ ഡൈജസ്റ്റിൻ്റെ ഒരു ബുക്ക് എനിക്ക് ഇന്നലെ ഗിഫ്റ്റ് കിട്ടി ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ നിന്ന്. ഇത് കാർണിവലിന് ഇത് 2 ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്തിനാണ് ഞാൻ പറയാം. നമ്മൾ പുറത്തു പോവുകയാണ്. മാർക്ക് ആൻഡ് സേവ് മാർക്ക് ആൻഡ് സേവിന് പോവുകയാണ്. എന്തൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പം കുറച്ച് ലോങ്ങൊക്കെയാണ്. കുറച്ച് ലോങ്ങല്ല, നമ്മൾ കുറച്ച് രാത്രി ആകുമ്പോഴേ വരുള്ളൂ. ഇപ്പോൾ രാത്രി ആയിട്ടില്ല, ഒരു 5 മണി ആയിട്ടുണ്ട്. 5 മണിയായി. ഓക്കെ, ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടിങ്കിൾ ഡൈജസ്റ്റിൻ്റെ ബുക്ക് എനിക്ക് വായിക്കാനാണ്. ഇപ്പം കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സിനാണ്. പിന്നെ കിച്ചുവിന് കുറച്ച് പപ്പറ്റ് ഷോ ഇങ്ങനെ കളിക്കാനായിട്ട്, സായുവിന് ഒരു പച്ച ഇങ്ങനെ കളകളാണ് ഒരു ജെല്ലി പോലത്തെ. അപ്പോൾ ഇത് 3 ഞാൻ കൊണ്ടുപോവുകയാണ്. പക്ഷെ ഇവർ അറിഞ്ഞിട്ടില്ല ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും നമുക്ക് പോവാം. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് നമുക്ക് ഇനി വണ്ടി കയറിയിട്ട് കാണാം. നമ്മൾ എത്തി വണ്ടിയിൽ. നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടെത്തും. സോ ഇനി നമുക്ക് വീടല്ലേ മാർക്കറ്റ് ചെയ്ത് എത്തും. സോ ഇനി എന്തായാലും നമുക്ക് മാർക്കറ്റ് ചെയ്ത് പോയിട്ട് കാണാം. നമ്മളിപ്പോൾ എത്തി. ഇനി നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നമ്മളിപ്പോൾ വാഷിംഗ് പൗഡേഴ്സിൻ്റെ ഇടയിലാണ്. നമുക്ക് എന്തായാലും അത് എടുക്കാം. പിന്നെ കുറച്ചൊക്കെ വാങ്ങിച്ചു. ഇത് സായുവിന് വേണമെന്നും പറഞ്ഞിരിക്കുക. നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ കുറേ അങ്ങനത്തെ ടൈപ്പ് വാങ്ങിച്ചു. ഇത് വാങ്ങിച്ചു. പിന്നെ അതാ സായു. ഗൈസ്, പിന്നെ ഇവിടെ സോക്സിൻ്റെ കളക്ഷൻ തന്നെയുണ്ട്. പിന്നെ എന്താണ് ഉള്ളത്? ജാക്കറ്റ്സ് ഡെയിലി നമിച്ച് ഇത്രയും ജാക്കറ്റ്സ് ഉണ്ട്. ഷർട്ട്സിൻ്റെ കാര്യം പിന്നെ പറയേണ്ടത്, എനിക്ക് പറ്റിയ ഷർട്ട് ഉണ്ട്. പക്ഷെ എനിക്കിപ്പോൾ കുറേ ഷർട്ട് അമ്മമ്മ നാട്ടിൽ നിന്ന് വാങ്ങിച്ചു. ഇതെങ്ങനെയുണ്ട്? കമൻറ്റൊക്കെ 10-ൽ എത്ര മാർക്ക് കൊടുക്കും? പിന്നെ ക്യാപ്സ് ഉണ്ട്, സോക്സ് കുഞ്ഞ് 2 വയസ്സ് തൊട്ട് എത്ര വേണമെങ്കിലുണ്ട്. പിന്നെ ഉള്ളത് ഇവിടെ കുറച്ച് ബാഗുണ്ട്, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ബാഗ്, അതിൻ്റെ താഴെ ഡ്രസ്സ്, കുർത്ത. പിന്നെ നമുക്ക് മറ്റേ ഇവിടെ ഇതുണ്ട് സ്റ്റേഷനറീസ്. അത് ഞാൻ കാണിച്ചാൽ കേട്ടോ. കുറച്ച് എല്ലാ സ്കൂളിൽ കൊണ്ടുപോകാൻ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. വാങ്ങിക്കാമെങ്കിൽ വാങ്ങിക്കാം. പക്ഷെ എനിക്ക് വൈറ്റ് അവിടെ സാധനമുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ സ്റ്റാമ്പ് ഉണ്ട്. ഇത് റോളാണ്, ഈച്ച് സ്റ്റാമ്പ് നമുക്ക് റോൾ ചെയ്ത് വയ്ക്കാം. പിന്നെ കളർ ടൈപ്പ് ഇങ്ങനത്തെ ഉണ്ട് ഒരു സെറ്റ്. കത്രിക, വൈറ്റ് ഔട്ട്, സ്റ്റാപ്ലർ. സ്മോൾ സെറ്റ് ഓഫ് വാട്ടർ കളർ പാസ്റ്റലൊക്കെ ഉണ്ടായിട്ട്. പിന്നെ ഇങ്ങനത്തെ വലിയ സെറ്റ് ഉണ്ട്. 2 പെൻസിൽ, ഒരു സ്റ്റാപ്ലർ, ഒരു സ്കെയില്, ഒരു കുഞ്ഞ് ഡയറി. പിന്നെ ഇത് വേറെ സെറ്റ്. പിന്നെ വാട്ടർ കളേഴ്സ് കുറേ ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ പുറകിലൊക്കെ പോവുകയാണെങ്കിലും ഇവിടെ തകർപ്പനായിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോവില്ല. പിന്നെ ഇങ്ങനെ കളറിങ് ബുക്സ് ഉണ്ട്. ഇതൊക്കെ കുഞ്ഞു കുട്ടികളുടെ കളറിങ് ബുക്സ് കേട്ടോ. നല്ല കളറിങ് ബുക്സാണ്. സ്ക്രാച്ച് ഉണ്ട്. സ്ക്രാച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഇത് ഭയങ്കര സെറ്റാണ് കേട്ടോ. ഇത് ഗ്ലൂ ഉണ്ട്. പിന്നെ എന്തുള്ളത് ഇപ്പോൾ? ഇത് വേറെ സെറ്റ്. പിന്നെ സ്ലൈം. നമുക്കിനി അച്ഛനവിടെ എത്തിയിട്ട് വേണം. കഴിഞ്ഞങ്ങനെ ഞാൻ അവർക്ക് ഡ്രസ്സും കൂടി എടുത്ത് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് പോകാമെന്ന്. മാർക്കറ്റ് സമയം ലുലുവിലെടുത്തട്ടോ. സോ ഇനി നമ്മൾ ലുലു പോകും. മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹാങ്ങേഴ്സ്, ഫുൾ ഹാങ്ങേഴ്സാണ്. പിന്നെ കുറച്ചൊക്കെ വാങ്ങിച്ചു. ഇത് സായുവിന് വേണമെന്നും പറഞ്ഞിരിക്കുക.
വാങ്ങിച്ചു കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ കുറേ അങ്ങനത്തെ ടൈപ്പ് കാണിക്കും. ഇത് വാങ്ങിച്ചു. പിന്നെ അതാ സായും ഗൈസ്. പിന്നെ ഇവിടെ സോക്സിൻ്റെ കളക്ഷൻ തന്നെയുണ്ട്. പിന്നെ എന്താണുള്ളത്? ജാക്കറ്റ്സ് ദേവി നമിച്ച് ഇത്രയും ജാക്കറ്റ്സ് ഉണ്ട്. ഷർട്ട്സിൻ്റെ കാര്യം പിന്നെ പറയേണ്ടത്, എനിക്ക് ഒരു ഷർട്ട് ഉണ്ട്. പക്ഷെ എനിക്കിപ്പോൾ കുറേ ഷർട്ട് അമ്മമ്മ നാട്ടിൽ നിന്ന് വാങ്ങിച്ചു. ഇതെങ്ങനെയുണ്ട്? കമൻറ്റൊക്കെ 10ൽ എത്ര മാർക്ക് കൊടുക്കും? പിന്നെ ക്യാപ്സ് ഉണ്ട്, സോക്സ് കുഞ്ഞ് 2 വയസ്സ് തൊട്ട് എത്ര വേണമെങ്കിലും ഉണ്ട്. പിന്നെ ഉള്ളത് ഇവിടെ കുറച്ച് ബാഗുണ്ട്, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ബാഗ്, അതിൻ്റെ താഴെ ഡ്രസ്സ്, കുർത്ത. പിന്നെ നമുക്ക് മറ്റേ ഇവിടെ ഇതുണ്ട് സ്റ്റേഷനറീസ്. അത് ഞാൻ കാണിച്ചാൽ തകർത്ത് എല്ലാ സ്കൂളിൽ നിന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. വാങ്ങിക്കാമെങ്കിൽ വാങ്ങിക്കാം. പക്ഷെ എനിക്ക് വൈറ്റ് ടർണർ അവിടെ സാധനമുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ സ്റ്റാമ്പ് ഉണ്ട്. ഇത് റോളാണ്, ഈച്ച് സ്റ്റാമ്പ് നമുക്ക് റോൾ ചെയ്ത് വയ്ക്കാം. പിന്നെ കളർ ടൈപ്പ് ഇങ്ങനത്തെ ഉണ്ട് ഒരു സെറ്റ്. കത്രിക, വൈറ്റ് ഔട്ട്, സ്റ്റാപ്ലർ. സ്മോൾ സെറ്റ് ഓഫ് വാട്ടർ കളർ പാസ്റ്റലൊക്കെ ഉണ്ടായിട്ട്. പിന്നെ ഇങ്ങനത്തെ വലിയ സെറ്റ് ഉണ്ട്, 2 പെൻസിൽ, ഒരു സ്റ്റാപ്ലർ, ഒരു സ്കെയില്, ഒരു കുഞ്ഞു ഡയറി. പിന്നെ ഇത് വേറെ സെറ്റ്. പിന്നെ വാട്ടർ കളേഴ്സ് കുറേ ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ പുറകിലൊക്കെ പോവുകയാണെങ്കിലും ഇവിടെ തകർക്കാനായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോവില്ല. പിന്നെ ഇങ്ങനെ കളറിങ് ബുക്സ് ഉണ്ട്. ഇതൊക്കെ കുഞ്ഞു കുട്ടികളുടെ കളറിങ് ബുക്സ് കേട്ടോ, നല്ല കളറിങ് ബുക്സാണ്. സ്ക്രാച്ച് ഉണ്ട്, സ്ക്രാച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഇത് ഭയങ്കര സെറ്റാണ് കേട്ടോ. ഇത് ഗ്ലൂ ഉണ്ട്. പിന്നെ എന്തുള്ളത് ഇപ്പോൾ? ഇത് വേറെ സെറ്റ്. പിന്നെ സ്ലൈം. നമുക്കിനി അച്ഛനെ അവിടെ എത്തിയിട്ട് വേണം. കഴിഞ്ഞങ്ങനെ ഞാൻ അവർക്ക് ഡ്രസ്സും കൂടി എടുത്ത് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് പോകാമെന്ന്. മാർക്കറ്റ് സമയം ലുലുവിൽ എടുത്തട്ടോ. സോ ഇനി നമ്മൾ ലുലു പോകും. മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹാങ്ങേഴ്സ്, ഫുൾ ഹാങ്ങേഴ്സാണ്. കഴിഞ്ഞു 33 കേടിയായി. നമ്മൾ വണ്ടിയുടെ സാധനങ്ങളുടെ വണ്ടിയിൽ കയറ്റി ഇനി നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നില്ല, ലുലു പോകുന്നുണ്ട്. സോ അതായത് ലുലു എത്തിയിട്ട് കാണാം. ലുലു എത്തി. ഇപ്പോൾ നമ്മൾ ലുലുവിൽ പാർക്ക് ചെയ്തു വണ്ടി. ഇനി നമുക്ക് നടക്കണം ലുലുവിൻ്റെ അകത്ത്. എനിക്കിഷ്ടം ലുലു കേട്ടോ, നല്ല രസമുണ്ട്. ബള നല്ല കുറേ വെറൈറ്റി സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം, എന്തൊക്കെയോ വാങ്ങിച്ചു അൺബോക്സിംഗ് ഒക്കെ. സോ എന്തായാലും നമുക്ക് ഇനി അകത്ത് കയറിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ എൻ്റെ ഒരു സ്വന്തം ഫാനൊക്കെ ഉണ്ട്, മിണ്ടിയില്ല. ഞാനിപ്പോൾ ഷോക്കായി ഗൈസ്, സീരിയസ്ലി ഷോക്കായി. അവർ ഭയങ്കര സബ്സ്ക്രൈബറാന്നൊക്കെ പറഞ്ഞ് കണ്ടു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവർ ക്ലാസ് ഏതാന്ന് പറഞ്ഞു 5A. അവരവിടെ നിന്ന് ഇങ്ങനെ ചുമ്മാ സംസാരിക്കുകയായിരുന്നു. ഞാനും പോയി സംസാരിച്ചു, പേരെന്താണെന്ന് ചോദിക്കാൻ പറ്റിയില്ല, വെറുതെ ഒരു ഇതായിട്ട്. നല്ല ദിവസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് എനിക്ക് ഒരു വാച്ച് വാങ്ങിച്ച് ഗൈസ്. വീണ്ടും ഇത് 3ാമത്തെ വാച്ചാണ്. ഇനി എന്തായാലും നമുക്ക് അതൊക്കെ വാങ്ങിച്ചു. ഇത് കളിക്കാൻ അറിയാവുന്ന ആൾക്കാർ പ്ലീസ് കമൻറ്റ്. എനിക്കും അറിയാം കളിക്കാൻ, എനിക്കിഷ്ടമാണ് ഇത്. അപ്പം ഇത് 150 ഫിൽസേ ഉള്ളൂ, നല്ല സാധനമാണ്. കുഞ്ഞിത്രേ ഉള്ളൂ, ചിപ്പ് പോലത്തെ സാധനങ്ങൾ. ഞാൻ എടുത്ത് കാണിച്ചു തരണം. എത്ര തിന്നാൻ നോക്ക്, ഇത്രേ ഉള്ളൂ. സോ
ഇത് എനിക്ക് കളിക്കാൻ അറിയാം, നല്ല ഇഷ്ടമാണ് എനിക്ക് കളിക്കാൻ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ആഗ്നയിൽ നടക്കാൻ അവൻ്റെ പോയപ്പോൾ അവിടുന്ന് കളിച്ചതാണ്. പിന്നെ എനിക്ക് മനസ്സിലായി നല്ല കളിയാത്തത് 66 പില്ലേഴ്സ്. ഇത് എന്തായാലും നമുക്ക് ഇനി വീട്ടിലെത്തിയിട്ട് അതൊന്ന് കഴിയാം. സോ ഇനി എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ദാന പാനി പഞ്ചാബ് നല്ല സ്ഥലമാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പാനിപ്പൂരി, ഇവിടുത്തെ തന്തൂരിയും കഴിച്ചിട്ടുണ്ട്. പാനിപ്പൂരി ഞാൻ വാങ്ങിക്കുന്നുണ്ട്, തന്തൂരിയും വാങ്ങിക്കുന്നുണ്ട്. അതായത് നമുക്ക് ടേസ്റ്റ് നോക്കാം. പാനിപ്പൂരി എനിക്ക് ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. എനിക്ക് ആ പാനിപ്പൂരി കിട്ടി ഞാൻ ഒരു പ്ലേറ്റ് തന്നെ 2 മിനിറ്റിൽ തീർക്കും. പക്ഷെ കിച്ചു അവന് ഒരെണ്ണം തന്നെ കഴിക്കാണ്ട് എന്താണെന്ന് വെച്ചു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പൊട്ടാതൊക്കെ എനിക്ക് വായിലൊക്കെ അറിയാം. അത് തലയ്ക്ക് എന്തായാലും കഴിക്കാം. അവിടെ ഒരു മലയാളി ചേട്ടൻ നിൽക്കുന്നു, നല്ല സെറ്റിങ്സാണ്, എനിക്കിഷ്ടമാണ്. ചേട്ടന് നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും എങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലും. അന്ന് ആ പാനിപ്പൂരി കുൽച്ച എന്ന് പറഞ്ഞ സംഭവം അത് നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു പൊളിയായിരുന്നു. നോൺ വെജ് ആദ്യമായിട്ടാണ് വെജ് ഇത്രയൊക്കെ കഴിക്കുന്നത്. പിന്നെ ഇനി എന്തായാലും അച്ഛൻ ബർഗർ വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി വാങ്ങിക്കുന്നു. എന്തായാലും നമ്മൾ അച്ഛനൊക്കെ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് ഇറങ്ങി നമ്മളെ വീട്ടിൽ പോകുന്ന പ്ലാനാണ്. വാങ്ങിച്ചു നമ്മൾ നാളെ കളിക്കും. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അടിച്ചോട്ടിക്കുക. മറ്റേ ബൈ ബൈ. ഗുഡ് നൈറ്റ്.